ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് ഒരു പുതിയൊരു ചാപ്റ്ററാണ്, കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 2 ആണിത്. അതുപോലെ തന്നെ +1 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 3, അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം ഓർഗനൈസേഷൻ. അപ്പോൾ ഏകദേശം +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ് എല്ലാം സിമിലർ ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് രണ്ട് കൂട്ടുകാർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം വീഡിയോ +1ൽ പഠിക്കുന്ന മറ്റ് സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കമ്പ്യൂട്ടർ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉത്തരം പറയാം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ കമ്പ്യൂട്ടർ എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. മറ്റു ഡിവൈസുകളിൽ നിന്ന് കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഫാസ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസാണ്. നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്താണോ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് നൽകുകയും ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. Computer can be defined as a fast electronic device that accepts data, processes it as per stored instructions and produces information as output. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. നമ്മൾ നൽകുന്ന ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം അത് പ്രോസസ്സ് ചെയ്യുന്നു. എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്? സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻ ഏതാണോ അതനുസരിച്ചിട്ടാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത്. അതിനുശേഷം ഇൻഫോർമേഷൻ ഔട്ട്പുട്ടായിട്ട് നൽകുന്നു. കമ്പ്യൂട്ടറിൻ്റെ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുണ്ട്. രണ്ടായിട്ട് നമുക്ക് ആ ഭാഗങ്ങളെ തരംതിരിക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ച കാര്യങ്ങളാണ്. എന്തൊക്കെയാണത്? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കമ്പ്യൂട്ടറിലെ നമുക്ക് സ്പർശിച്ച് നോക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഭാഗങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഹാർഡ്വെയർ റെഫേഴ്സ് ടു ഓൾ ഫിസിക്കൽ കമ്പോണൻറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് എ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഫിസിക്കൽ കമ്പോണൻസിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഉദാഹരണമായി CPU നമുക്ക് സ്പർശിച്ച് നോക്കാൻ കഴിയും, മോണിറ്റർ, അതുപോലെ മൗസ്, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്, ഒരു ഫിസിക്കൽ കമ്പോണൻ്റ് ആണ്. ഇതിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതുപോലെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാർഡ്വെയർ കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകണം. ഈ നിർദ്ദേശങ്ങളെ നമുക്ക് തൊട്ടു നോക്കാൻ കഴിയോ? ഇല്ല. ഇങ്ങനെയുള്ള ഈ ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. Software is a set of instructions for the hardware to perform a specific task. ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഹാർഡ്വെയറിന് നമ്മൾ നൽകുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർസിനെ കുറിച്ചാണ്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. പ്രോസസ്സേഴ്സ് അല്ലെങ്കിൽ CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU is considered as the brain of the computer. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നാണ് CPU അറിയപ്പെടുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ നമ്മുടെ തലച്ചോറാണ് എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU. CPU ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നത് CPU ആണ്. അതുപോലെ തന്നെ എല്ലാ കമ്പ്യൂട്ടിംഗ് ഓപ്പറേഷൻസും ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസും എല്ലാം നടത്തുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്റലിൻ്റെ കോർ i5, ഇന്റലിൻ്റെ കോർ i3, ഇതെല്ലാം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇനി CPUയിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. CPU itself has following 3 components. CPUവിന് പ്രധാനമായിട്ടും 3 കമ്പോണൻസ് ആണുള്ളത്. ALU, അതിൻ്റെ പൂർണ്ണ രൂപമാണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, അതുപോലെ തന്നെ രജിസ്റ്റേഴ്സ്. ഇനി ഓരോന്നും ഏതാണെന്ന് നമുക്ക് പഠിക്കാം. ALU, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ALU പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് സച്ച് ആസ് കമ്പാരിസൺസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? കാൽക്കുലേഷൻസും അതുപോലെ തന്നെ ലോജിക് ഓപ്പറേഷൻസ്. കാൽക്കുലേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഉദാഹരണമായിട്ട് നിങ്ങൾ 2 നമ്പേഴ്സ് അഡീഷൻ നടത്താനായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ നൽകുന്നു. ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് ALU ആണ്. അതുപോലെ തന്നെ 2 നമ്പേഴ്സിൽ ഏറ്റവും വലുത് ഏതാണ് അല്ലെങ്കിൽ ചെറുത് ഏതാണ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യണം. അങ്ങനെയുള്ള കമ്പാരിസൺ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ്, ഇതെല്ലാം നടത്തുന്നത് CPU-ൻ്റെ അകത്തുള്ള
ALU യൂണിറ്റ് ആണ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അടുത്തത് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മറ്റെല്ലാ യൂണിറ്റ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. അടുത്തത് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് ആർ സ്റ്റോറേജ് ലൊക്കേഷൻസ് ഇൻസൈഡ് CPU whose contents can be accessed more quickly by the CPU than other memory. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ്, അതായത് CPU-ൻ്റെ അകത്തുള്ളൊരു സ്റ്റോറേജ് ലൊക്കേഷൻ ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മറ്റ് മെമ്മറിയെ സംബന്ധിച്ച് രജിസ്റ്റേഴ്സിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് എന്താ? രജിസ്റ്റേഴ്സിലുള്ള കണ്ടന്റ് CPU-ന് വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ കഴിയും. മനസ്സിലായല്ലോ? ദേ ആർ ടെമ്പററി സ്റ്റോറേജ് ഏരിയാസ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ഓർ ഡാറ്റ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസിനെയോ അല്ലെങ്കിൽ അതായത് ഇപ്പോൾ 2 നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം, A+B അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആകാം, അല്ലെങ്കിൽ ഡാറ്റ ആകും. ഡാറ്റ എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നൽകുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഈ 2 നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റാസിനെയും ഇൻസ്ട്രക്ഷൻസിനെല്ലാം വളരെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ഏരിയാസ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് സ്പീഡ്സ് അപ്പ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാംസിൻ്റെ എക്സിക്യൂഷൻ വളരെ സ്പീഡായിട്ട് നടക്കുന്നതിന് വേണ്ടി രജിസ്റ്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതായിട്ട് CPU-നുള്ളിലുള്ള ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റേഴ്സ് ഇൻസൈഡ് CPU ആർ. ഏതൊക്കെയാണവ? അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ. അക്യുമുലേറ്റർ. The accumulator is a part of arithmetic and logic unit. Arithmetic and logic യൂണിറ്റിൻ്റെ ഒരു ഭാഗമാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. This register is used to store data to perform arithmetic and logical operation. Arithmetic and logical operations നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അക്യുമുലേറ്റർ രജിസ്റ്റർ ഉപയോഗിക്കുന്നത്. The result of an operation is stored in the accumulator. ഈ ഓപ്പറേഷൻ്റെ റിസൾട്ടും അക്യുമുലേറ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ അഥവാ MAR. It stores the address of a memory location to which data is either to be read or written by the processor. ശ്രദ്ധിക്കുക, മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഏത് മെമ്മറി ലൊക്കേഷനിലേക്കാണോ ഡാറ്റ റീഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് മെമ്മറി ലൊക്കേഷനിലേക്കാണ് ഡാറ്റ റൈറ്റ് ചെയ്യേണ്ടത് പ്രോസസ്സറിന്, അതിൻ്റെ അഡ്രസ്സാണ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് മെമ്മറി ബഫർ രജിസ്റ്റർ അഥവാ MBR. ഇറ്റ് ഹോൾഡ്സ് ദി ഡാറ്റ എയ്തർ ടു ബി റിട്ടേൺ ടു ഓർ റീഡ് ഫ്രം ദ മെമ്മറി ബൈ ദ പ്രോസസ്സർ. മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യേണ്ട ഡാറ്റ അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് നൽകേണ്ടതായിട്ടുള്ള ഡാറ്റാസിനെ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെമ്മറി ബഫർ രജിസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ആ ഡാറ്റയാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ദി ഇൻസ്ട്രക്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദി പ്രോസസ്സർ ആർ സ്റ്റോർഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അതായത് ഏത് ഇൻസ്ട്രക്ഷൻസ് ആണോ അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. ഉദാഹരണമായി നമുക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം, അതായത് A+B. എവിടെയായിരിക്കും നൽകുന്നത്? add A to B. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലായിരിക്കും. അടുത്തത് പ്രോഗ്രാം കൗണ്ടർ അഥവാ PC. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോഗ്രാം കൗണ്ടർ അഥവാ PC. ഇറ്റ് ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രോസസ്സർ. പ്രോസസ്സറിന് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അതായത് അതിൻ്റെ അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്യുക. ഇറ്റ് ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രോസസ്സർ. ഉദാഹരണമായി ഇപ്പോൾ ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഏത് ഇൻസ്ട്രക്ഷനാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നറിയാനായിട്ട് കമ്പ്യൂട്ടറിൽ എവിടെയായിരിക്കും നോക്കുന്നത്? പ്രോഗ്രാം കൗണ്ടറിൽ പോയി ചെക്ക് ചെയ്യും. പ്രോഗ്രാം കൗണ്ടറിൽ എന്തുണ്ടാവും? അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. CPU പ്രോഗ്രാം കൗണ്ടറിൽ പോയി ചെക്ക് ചെയ്യുന്നു. പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ് പെർഫോം ചെയ്യുക, ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എടുക്കുന്നു. അഡ്രസ്സിലുള്ള ഇൻസ്ട്രക്ഷൻ ഏതാണോ അത് അടുത്തതായിട്ട് പെർഫോം ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് CPU-ൻ്റെ അകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി പറയാം, അക്യുമുലേറ്ററിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതിനുശേഷം വരുന്ന മെമ്മറി അഡ്രസ് രജിസ്റ്ററിലായിരിക്കും മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ്, അതായത് ഏത് ഡാറ്റയാണോ
പ്രോസസ്സർ മെമ്മറിയിലേക്ക് റീഡ് ചെയ്യേണ്ടതും റൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഡാറ്റ ഏതാണോ ആ ഡാറ്റയുടെ അഡ്രസ്സ് ഉണ്ടാവുക മെമ്മറി അഡ്രസ് രജിസ്റ്ററിലായിരിക്കും. അതുപോലെ തന്നെ മെമ്മറി ബഫർ രജിസ്റ്ററിലായിരിക്കും ഡാറ്റയെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് ഹോൾഡ്സ് ഡാറ്റ either to return to or read from the memory by the processor. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ്, ഏത് ഇൻസ്ട്രക്ഷൻ ആണോ പെർഫോം ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലായിരിക്കും. അതുപോലെ തന്നെ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണ് പെർഫോം ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് എവിടെയായിരിക്കും ഉണ്ടാവുക? പ്രോഗ്രാം കൗണ്ടർ അഥവാ PC. രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നും ആ രജിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുന്ന സമയത്തും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഓരോ രജിസ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുക. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ യൂണിറ്റ് ആണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. എ മദർ ബോർഡ് ഈസ് എ ലാർജ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് to which all major components including processor are integrated. മദർ ബോർഡ് എന്ന് പറയുന്നത് ഒരു ലാർജ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ്. ഈ മദർ ബോർഡിനുള്ളിലായിട്ടാണ് കമ്പ്യൂട്ടറിലെ എല്ലാ കമ്പോണൻസും, അതായത് പ്രോസസ്സർ ഉൾപ്പെടെയുള്ള എല്ലാ കമ്പോണൻസും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് മദർ ബോർഡിനുള്ളിലായിട്ടാണ്. അപ്പോൾ മദർ ബോർഡ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അല്ലേ, അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ മദർ ബോർഡിനുള്ളിൽ നമുക്ക് എന്തെല്ലാം കാണാം? പവർ കണക്ടർ കാണാം, മെമ്മറി സ്ലോട്ട്, ഹീറ്റ് സിങ്ക്, CPU സോക്കറ്റ്, ഇതുപോലെ തന്നെ എല്ലാ കണക്ഷൻസും പെരിഫറൽസ് കണക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് പോർട്സ്, അതുപോലെ തന്നെ ബാക്കപ്പ് ബാറ്ററി, ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മദർ ബോർഡിനുള്ളിലാണ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എക്സ്പാൻഷൻ സ്ലോട്ട്സ് ഫോർ ആഡിങ് അഡീഷണൽ സർക്യൂട്ട്സ് ബോർഡ് ലൈക്ക് മെമ്മറി, ഗ്രാഫിക്സ് കാർഡ്, സൗണ്ട് കാർഡ് എക്സെട്ര അല്ലേ. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള അഡീഷണൽ സർക്യൂട്ട് ബോർഡ്, അതായത് മെമ്മറി നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണം, അതിനുള്ള സ്ലോട്ട്, ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യണം, അതുപോലെ സൗണ്ട് കാർഡ് ആഡ് ചെയ്യണം. ഇതിനുള്ള സ്ലോട്ട് എല്ലാം മദർ ബോർഡിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് peripherals and ports. Peripherals are devices that are attached to a computer system to enhance its capabilities. കമ്പ്യൂട്ടറിലേക്ക് അതിൻ്റെ ക്യാപ്പബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന അഡീഷണൽ ഡിവൈസസിനെയാണ് നമ്മൾ പെരിഫറൽസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി പ്രിൻ്റർ ഒരു പെരിഫറൽ ഡിവൈസ് ആണ് നമുക്ക് പറയാം. അതായത് കമ്പ്യൂട്ടറിൻ്റെ പ്രിൻ്റർ ഇല്ലാതെയും വർക്ക് ചെയ്യാൻ കഴിയും. എന്നിരുന്നാൽ കൂടി നമ്മൾ പ്രിൻ്റർ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻറ്റേഴ്സ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോട് കൂടി പ്രിൻറ്റേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. അതൊരു പെരിഫറൽ ഡിവൈസാണ്. വേണമെങ്കിൽ നമുക്ക് മൈക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റംസ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം ഒരു പെരിഫറൽ ഡിവൈസസ് ആണ് നമുക്ക് പറയാം. അപ്പോൾ ഒന്നുകൂടി പറയാം, പെരിഫറൽസ് ആർ ഡിവൈസസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ടു എൻഹാൻസ് ഹിസ് കേപ്പബിലിറ്റീസ്. അതിൻ്റെ കഴിവുകൾ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് പ്രിൻ്റർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കൂടി ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ലഭിക്കും. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്ന എക്സ്ട്രാ ഡിവൈസസിനെയാണ് പെരിഫറൽസ് എന്ന് പറയുന്നത്. അടുത്തത് പോർട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പോർട്സ് ഓൺ ദി മദർ ബോർഡ് ആർ യൂസ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസസ്. നേരത്തെ മദർ ബോർഡിൻ്റെ ചിത്രം കണ്ടപ്പോൾ നമ്മളുടെ പോർട്സ് കണ്ടു അല്ലേ. പോർട്സ് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, എക്സ്റ്റേണൽ ഡിവൈസസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുക മദർ ബോർഡിലുള്ളതാണ് പോർട്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായി ഇപ്പോൾ നിങ്ങൾ പെൻ ഡ്രൈവ് നിങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാറുണ്ടല്ലേ. പെൻ ഡ്രൈവ് നിങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? പെൻ ഡ്രൈവിന് വേണ്ടിയുള്ള സോക്കറ്റിലേക്ക്, അല്ലെങ്കിൽ ആ പെൻ ഡ്രൈവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ പോർട്ടിലേക്കായിരിക്കും നിങ്ങളൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓഡിയോ കേബിൾ കണക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു പൊസിഷനിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ആ ഓഡിയോ കേബിൾ കണക്ട് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അതായത് ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ പോർട്ട് ഉണ്ടാവും അല്ലേ. ആ പോർട്ടിലേക്കായിരിക്കും ജനറൽ ഡിവൈസസ് കണക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് പോർട്സ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഡിഫറെൻറ്റ് പോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എൻ്റെ പേരൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. PS-bar2 അഥവാ കീബോർഡ് കണക്ടർ. കീബോർഡ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഒരു പോർട്ട് ഉപയോഗിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ USB പോർട്ട്, ദെൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട്, VGA പോർട്ട്, ഓഡിയോ കട്ട് ജാക്ക്, മൈക്രോഫോൺ ജാക്ക്, ലൈൻ ഇൻ ജാക്ക്, then parallel port, PS-bar2 mouse connector, then Ethernet or LAN port. ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഡിഫറെൻറ്റ് പോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മദർ ബോർഡ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഈ പോർട്സ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ മദർ ബോർഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഓരോന്നും നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ എന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. പോർട്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് എക്സ്റ്റേണൽ ഡിവൈസസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ മദർ ബോർഡിനുള്ളിലാണ് ഈ പോർട്സ് എല്ലാം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർട്ടാണ് സീരിയൽ പോർട്ട്. എ സീരിയൽ പോർട്ട് ഓർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട് ട്രാൻസ്മിറ്റ്സ് ഡാറ്റ 1 bit at a time. സീരിയൽ പോർട്ട് അല്ലെങ്കിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട് എന്ന് പറയുമ്പോൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 bit at a time. ഒരു ബിറ്റാണ് ഒരു സമയത്ത് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. Since its speed is too low,
they are being replaced by faster ports like PS bar 2, USB, etc. നമുക്കറിയാം സീരിയൽ പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ബിറ്റാണ് ഒരു സമയം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. പിന്നെ ഈ സീരിയൽ പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന പോർട്ട്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. അതായത് PS bar 2, USB ഇതൊക്കെയാണ് നമ്മളിന്ന് സീരിയൽ പോർട്ടിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. സീരിയൽ പോർട്ടിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പഴയൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മുടെ കീബോർഡ്, അതുപോലെ തന്നെ മൗസ്, മോഡം, ഈ ഒരു ഡിവൈസ് എല്ലാം കണക്ട് ചെയ്തിരുന്നത് സീരിയൽ പോർട്ട് ഉപയോഗിച്ചായിരുന്നു. അടുത്തത് പാരലൽ പോർട്ട്. പാരലൽ പോർട്ട്സ് ക്യാൻ ട്രാൻസ്മിറ്റ് സെവറൽ ബിറ്റ്സ് ഓഫ് ഡാറ്റ സൈമിൾട്ടേനിയസ്ലി. പാരലൽ പോർട്ട്, ആ പേരിൽ തന്നെയുണ്ട് പാരലൽ. ഒന്നിലധികം ബിറ്റ്സ് ഒരേ സമയം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാരലൽ പോർട്ട് വഴി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ സീരിയൽ പോർട്ട് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് എ പ്രിൻറ്റർ ഓർ സ്കാനർ ടു ദ കമ്പ്യൂട്ടർ. അപ്പോൾ സീരിയൽ പോർട്ടിനെ അപേക്ഷിച്ച് പാരലൽ പോർട്ട് എന്ന് പറയുന്നത് വളരെ സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കാരണം എന്താ, സീരിയൽ പോർട്ടിൽ ഒരു ഡാറ്റയാണ് ഒരു സമയം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതേസമയം പാരലൽ പോർട്ടിലോ ഒന്നിലധികം ഡാറ്റാസ് ഒരേ സമയം ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. പാരലൽ പോർട്ട് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? പ്രിൻ്റർ, അതുപോലെ തന്നെ സ്കാനർ. ഈ ഒരു ഡിവൈസ് എല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് പാരലൽ പോർട്ട് ഉപയോഗിച്ചിട്ടാണ്. USB അഥവാ യൂണിവേഴ്സൽ സീരിയൽ ബസ്. USB ഈസ് എ കണക്ഷൻ that provides high speed data communication between devices. ഡിവൈസസ് തമ്മിൽ ഹൈ സ്പീഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് USB പോർട്ട് എന്ന് പറയുന്നത്. ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ബാൻഡ് വിഡ്ത്ത് ഡാറ്റ ട്രാൻസ്ഫർ ഈസ് ഫാസ്റ്റർ. ഇതിന് ഹൈ ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ USB പോർട്ട് ഉപയോഗിക്കുന്നു. കീബോർഡ്, മൗസ്, പ്രിൻ്റർ, സ്കാനർ, അതുപോലെ തന്നെ ഫ്ലാഷ് ഡ്രൈവ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് USB പോർട്ട് വഴിയാണ്. അപ്പോൾ USB പോർട്ട് എന്ന് പറയുന്നത് ഒരു കണക്ഷനാണ്. ഹൈ സ്പീഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷനാണ് ഡിവൈസസ് തമ്മിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈ ബാൻഡ് വിഡ്ത്ത് ആയതുകൊണ്ട് തന്നെ ഡാറ്റ ട്രാൻസ്ഫർ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് USB പോർട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ USB പോർട്ട് ഉപയോഗിക്കുന്നുണ്ട്. USB പോർട്ട് വഴി കണക്ട് ചെയ്യുന്ന ഡിവൈസസിൻ്റെ എക്സാമ്പിൾസ് ആണ് നൽകിയിരിക്കുന്നത്. ഓരോ പോർട്ട് പഠിക്കുമ്പോഴും ആ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇതിൻ്റെ 2 അഡ്വാൻറ്റേജസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് USB പോർട്ട്സ് കേപ്പബിൾ ഓഫ് സപ്ലൈയിങ് ഇലക്ട്രിക് പവർ ടു എക്സ്റ്റേണൽ ഡിവൈസസ്. എക്സ്റ്റേണൽ ഡിവൈസസിലേക്ക് ഇലക്ട്രിക് പവർ നൽകുന്നതിന് വേണ്ടി ഈ USB പോർട്ട്സ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമായി നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്താൽ ആ മൊബൈൽ നിങ്ങൾക്ക് ചാർജ് ആവുന്നത് കാണാം. അതെന്താ? കമ്പ്യൂട്ടറിൽ നിന്ന് USB പോർട്ട് വഴി ഒരു ഇലക്ട്രിക് പവർ ആ എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ മൊബൈൽ അവിടെ ചാർജ് ആകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് USB പോർട്ട്സ് ആർ കേപ്പബിൾ ഓഫ് സപ്ലൈയിങ് ഇലക്ട്രിക് പവർ ടു എക്സ്റ്റേണൽ ഡിവൈസസ്. അടുത്തത് USB ഡിവൈസസ് ക്യാൻ ബി കണക്റ്റഡ് ആൻഡ് ഡിസ്കണക്റ്റഡ് ഈവൻ വെൻ ദ പവർ ഈസ് ഓൺ. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും അതിനെ ബാധിക്കുന്നില്ല അല്ലേ? അതായത് USB ഡിവൈസസ് ക്യാൻ ബി കണക്റ്റഡ് ആൻഡ് ഡിസ്കണക്റ്റഡ് ഈവൻ വെൻ ദ പവർ ഈസ് ഓൺ. പവർ ഓൺ ആയിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഓൺ ആയിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഇതെല്ലാം USB പോർട്ട് വഴി സാധിക്കുന്നതാണ്. LAN പോർട്ട്, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ട്, ഓൾട്ടർനേറ്റീവ്ലി റെഫർ ടു ആസ് ആൻഡ് ഈതർനെറ്റ് പോർട്ട്, നെറ്റ്വർക്ക് കണക്ഷൻ ആൻഡ് നെറ്റ്വർക്ക് പോർട്ട്. ഈ LAN പോർട്ടിനെ തന്നെ നമ്മൾ ഈതർനെറ്റ് പോർട്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് കണക്ഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോർട്ട് എന്ന് പറയാറുണ്ട്. അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആകണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വയേഴ്സ് എല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ LAN പോർട്ട് ഉപയോഗിച്ചിട്ടാണ്. ദ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ട് ഈസ് എ പോർട്ട് കണക്ഷൻ ദാറ്റ് അലൗസ് എ കമ്പ്യൂട്ടർ ടു കണക്ട് ടു എ നെറ്റ്വർക്ക് യൂസിങ് എ വയേർഡ് കണക്ഷൻ. ഒരു വയേർഡ് കണക്ഷൻ ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോർട്ടാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നോക്കാം. ഇവിടെ ഒരു LAN പോർട്ടും ആ LAN പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറുമാണ് നൽകിയിരിക്കുന്നത്. കണക്ടറിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് RJ45. ഇപ്പോൾ LAN പോർട്ടും ആ LAN പോർട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു RJ45 കണക്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തത് PS bar 2 port. Personal System bar 2 ports are special ports invented by IBM for connecting keyboard and mouse. കീബോർഡ് ആൻഡ് മൗസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻസ് ഇൻവെൻറ്റ് ചെയ്ത കണ്ടുപിടിച്ചൊരു പോർട്ടാണ് പേഴ്സണൽ സിസ്റ്റം ബാർ 2 പോർട്ട്സ് എന്ന് പറയുന്നത്, അഥവാ PS bar 2 പോർട്ട്സ് എന്ന് പറയുന്നത്.
This type of ports are too slow and replaced by faster ports like USB nowadays. ഈ പോർട്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിന് പകരം നമ്മൾ USB ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കീബോർഡ് ആൻഡ് മൗസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള PS2 പോർട്സിൻ്റെ പിക്ചറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തത് ഓഡിയോ പോർട്സ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഓഡിയോ ഡിവൈസസ് കണക്ട് ചെയ്യുന്നത് ഓഡിയോ പോർട്സ് ഉപയോഗിച്ചിട്ടാണ്. Audio ports are used to connect audio devices like speakers, microphones, etc. Okay, different audio ports ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലൈൻ ഇൻ, ലൈൻ ഔട്ട്, മൈക്ക് ഇൻ. ഇപ്പോൾ CPU-ൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പോർട്സ് നിങ്ങൾക്ക് കാണാം. യെല്ലോ, ഗ്രീൻ, റെഡ് അങ്ങനെ കാണാം അല്ലേ. അവിടെയാണ് നമ്മൾ ഓഡിയോ പോർട്സ്, അവിടെയാണ് നമ്മൾ ഓഡിയോ ഡിവൈസസ് കണക്ട് ചെയ്യുന്നത്. ഇനി ലൈൻ ഇൻ, ലൈൻ ഔട്ട്, മൈക്ക് ഇൻ, ഇത് ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ലൈൻ ഇൻ, sound input from any audio devices like mobile, line out, iPod, etc. അതായത് സൗണ്ട് ഇൻപുട്ട് നൽകുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോർട്ടാണ് ലൈൻ ഇൻ എന്ന് പറയുന്നത്. അതായത് മൊബൈലിൽ നിന്നുള്ള സൗണ്ട് ഇൻപുട്ട് ആവും, ഐപോഡിൽ നിന്നുള്ള സൗണ്ട് ഇൻപുട്ട് ആവും. ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് ലൈൻ ഇനിലൂടെയാണ്. അടുത്തത് ലൈൻ ഔട്ട്, സൗണ്ട് ഔട്ട് ടു കണക്ട് യുവർ PC സൗണ്ട് ഔട്ട്പുട്ട് ടു എക്സ്റ്റേണൽ സ്പീക്കേഴ്സ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് മറ്റ് എക്സ്റ്റേണൽ സ്പീക്കേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സൗണ്ട് ഔട്ട് അഥവാ ലൈൻ ഔട്ട് എന്ന് പറയുന്ന ഓഡിയോ പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് മൈക്ക് ഇൻ. മൈക്രോഫോൺസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്ക് ഇൻ എന്ന് പറയുന്ന ഓഡിയോ പോർട്ട് ഉപയോഗിക്കുന്നത്. വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ട് അഥവാ VGA പോർട്ട്. VGA പോർട്ട് ഈസ് എ പോപ്പുലർ ഡിസ്പ്ലേ സ്റ്റാൻഡേർഡ് ഡെവലപ്ഡ് ബൈ IBM. ഇന്റർനാഷണൽ ബിസിനസ് മിഷൻ അഥവാ IBM കണ്ടുപിടിച്ചിട്ടുള്ളൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ സ്റ്റാൻഡേർഡാണ് VGA പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ പോർട്ട് പഠിക്കുമ്പോഴും ആ പോർട്ടിൻ്റെ പേരും അതിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസസും പ്രത്യേകം ഓർത്ത് പഠിക്കുക അല്ലേ. ഇപ്പോൾ വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ട് എന്ന് പറയുമ്പോൾ വീഡിയോസ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഡിവൈസസ് ആയിരിക്കും VGA പോർട്ട് വഴി കണക്ട് ചെയ്യുക? അതായത് VGA port is used to connect monitor or a projector to a computer. കമ്പ്യൂട്ടറിലേക്ക് മോണിറ്ററോ അല്ലെങ്കിൽ പ്രൊജക്ടറോ ഇതെല്ലാം നമുക്ക് ഈ ഡിവൈസസിലൂടെ നമുക്ക് വീഡിയോസൊക്കെ ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നു അല്ലേ. ഇങ്ങനെയുള്ള മോണിറ്ററും അല്ലെങ്കിൽ പ്രൊജക്ടറും എല്ലാം കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോർട്ടാണ് വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ട്, VGA പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്കൊരു VGA പോർട്ട് കാണാം. ഇപ്പോൾ ഈ VGA പോർട്ടിൽ മൊത്തം 15 പിൻസ് ആണ് ഉള്ളത്. അതായത് 1, 2, 3 അങ്ങനെ 15 പിൻസ് ആണ് ഈ VGA പോർട്ടിലായിട്ടുള്ളത്. ഈ പിൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 1, 2, 3 അതായത് 3 റോസിലായിട്ടാണ് ഈ 15 പിൻസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ VGA പോർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം എഴുതാം. ഇൻ VGA പോർട്ട് 15 പിൻസ് ആർ അറേഞ്ച്ഡ് ഇൻ 3 റോസ്. ഇതെല്ലാം VGA പോർട്ടിൽ വരുന്ന പോയിന്റ്സ് ആണ്. അടുത്തതായിട്ട് ആദ്യം ഡെവലപ്പ് ചെയ്തൊരു VGA പോർട്ടായിരുന്നു സൂപ്പർ VGA എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ VGA സപ്പോർട്ട് ചെയ്തിരുന്നത് 800x600 റെസൊല്യൂഷനുള്ള വീഡിയോസാണ് അതിലൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. പിന്നീട് ഈ സൂപ്പർ VGAക്ക് പകരം എക്സ്റ്റേണൽ ഗ്രാഫിക്സ് അറേ അഥവാ XGA വന്നു. XGA വന്നപ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന 800x600 റെസൊല്യൂഷന് പകരം നമുക്കിപ്പോൾ 1024x768 റെസൊല്യൂഷനുള്ള വീഡിയോസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും. നമ്മൾ പറഞ്ഞു 800x600 റെസൊല്യൂഷൻ ആണെങ്കിൽ സൂപ്പർ VGA ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ 1024x768 റെസൊല്യൂഷൻ ആണെങ്കിൽ XGA ഉപയോഗിക്കുന്നു. അങ്ങനെയൊന്നും പറയണമെന്നില്ല. മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ ഒന്നും നോക്കാതെ തന്നെ കോമൺ ആയിട്ട് നമുക്ക് പറയാം ഈ മോണിറ്റർ അല്ലെങ്കിൽ പ്രൊജക്ടറൊക്കെ നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോർട്ടാണ് VGA പോർട്ട് അഥവാ വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ട് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് HDMI അഥവാ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഹൈ ഡെഫിനിഷൻ വീഡിയോ ആൻഡ് മൾട്ടി ചാനൽ ഓഡിയോ ഓവർ എ സിംഗിൾ കേബിൾ. ഒരു സിംഗിൾ കേബിൾ ഉപയോഗിച്ച് ഹൈ ഡെഫിനിഷൻ വീഡിയോസും അതുപോലെ തന്നെ മൾട്ടി ചാനൽ ഓഡിയോസും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. HDMI പോർട്ടിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് പഠിച്ചത്? കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടർ ഡെഫിനിഷൻ പഠിച്ചു, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, പിന്നെ വിവിധ ഹാർഡ്വെയർ ഭാഗങ്ങളും പരിചയപ്പെട്ടു. അടുത്ത ക്ലാസ്സിൽ മെമ്മറി എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം +1 പഠിക്കുന്ന നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്